December 1. അപ്പോൾ ഡിസംബർ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ക്രിസ്മസ് ആണല്ലോ. ഇനി അങ്ങോട്ട് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളും സെലിബ്രേഷൻസും മെയിനായിട്ട് അതിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത എന്താ, നമ്മുടെ കേക്ക്. ഇതുവരെ കേക്ക് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാത്തവർക്കും ഇനിയിപ്പോൾ ഉണ്ടാക്കണം തന്നെ പെട്ടെന്ന് അങ്ങോട്ട് തട്ടിക്കൂട്ടാൻ പറ്റുന്ന നല്ല അടിപൊളി വെറൈറ്റി ഒക്കെ ആണെന്ന് പറയുന്ന കേട്ടോണ്ട് ഞാനിവിടെ റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് മിക്സ് അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കേണ്ട കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഈ ഒരു ബോക്സിൽ തന്നെ ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു കേക്ക് ഇവർ പറയുന്ന പോലെ തന്നെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നോക്കിയാലോ. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് ആദ്യം 3 മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് ആദ്യം അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പം കൈ കൊണ്ട് നമുക്ക് ഇതുപോലെ സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്യാം. അങ്ങനെ ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ മുട്ട ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അവർ പറയുന്നത്. നമ്മൾ പക്ഷേങ്കിൽ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. ആദ്യം വെള്ളവും പിന്നെ വെളിച്ചെണ്ണ അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മളിപ്പോൾ ഓൾറെഡി റെഡ് വെൽവെറ്റിൻ്റെ മിക്സ് പൗഡർ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്നെങ്കിൽ നമ്മുടെ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മിക്സായി വരുമ്പോഴേക്ക് കറക്റ്റ് നല്ല സ്മെല്ലും പിന്നെ അതുപോലെ കളറ് പിന്നെ പറയാനില്ലല്ലോ, കറക്റ്റ് ആ റെഡ് വെൽവെറ്റിൻ്റെ കളറും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ആ പൊടികളൊന്നും ബാക്കിയില്ലാതെ നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഇതാണ് കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മളൊരു കുക്കർ എടുക്കുക. അടികട്ടുള്ളൊരു പാത്രം ഉണ്ടെങ്കിൽ അതായാലും മതി. നമ്മളിവിടെ പഴയൊരു കുക്കർ ഉള്ളതുകൊണ്ട്, പഴയതല്ല നമ്മൾ യൂസ് ചെയ്യുന്ന കുക്കർ തന്നെയാണ് കേട്ടോ, അതങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പ്, കല്ലുപ്പ് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു റിങ് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 15 മിനിറ്റോളം അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി ആ ഒരു ടൈമിൽ നമുക്കിനി വിപ്പിംഗ് ക്രീം അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ സെപ്പറേറ്റ് വാങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നേ. കാരണം സാധാരണ ഈ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മിക്സ് വാങ്ങുന്ന സമയത്ത് അതിനകത്ത് തന്നെ ഈ ഒരു പൗഡറിൻ്റെ പാക്കും കൂടി ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മളിന്ന് വാങ്ങിയതിൽ ആ ഒരു പൗഡർ അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ, സെപ്പറേറ്റ് മിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വേറെ തന്നെ വാങ്ങിയിട്ട് ഇനി അത് നമുക്കിനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാറുണ്ട്. ഒരു ബൗളിലേക്ക് ആ ഒരു പൗഡർ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക വേണ്ടത്. ബീറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട്, അത് സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ ഒരു 5-10 മിനിറ്റോളം പറയുന്നുണ്ട്. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ ഒരു 4-3 മിനിറ്റിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ ആ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടും. പിന്നെ അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ്സ്, ഒരു 45 മിനിറ്റോളമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ ക്രീം നമ്മൾ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ടൈം കൊണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലൊരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ അങ്ങോട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. പാത്രത്തിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ അതേ അളവിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് അതിലും കുറച്ച് നെയ്യ് അങ്ങോട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കവറിൽ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഏകദേശം ഒരു 40 മിനിറ്റ് ഓളം നമ്മളോട് അവർ ബേക്ക് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ മിക്സ്. പക്ഷേ കുക്കറിൽ ഏകദേശം നല്ലൊരു അരമണിക്കൂർ ആകുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല് അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് പൊങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്തിൽ നിന്ന് അത് വാങ്ങി വെച്ച് ചൂടൊക്കെ നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കേക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. കേക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ അങ്ങോട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഷേപ്പ് അങ്ങോട്ട് കറക്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മുകളിലത്തെ പോർഷൻ അങ്ങോട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ലാസ്റ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻ അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു പൊങ്ങിയതനുസരിച്ചിട്ട് നമുക്കിതൊരു 3 ലെയറായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഇനി കേക്കിൻ്റെ
പോർഷൻസൊക്കെ അങ്ങോട്ട് റെഡി ആകുമ്പോഴേക്കും നമ്മളെ ക്രീമും അവിടേക്ക് സെറ്റായിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് തന്നെ ക്രീം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കേക്കിൻ്റെ ഡെക്കറേഷൻ പരിപാടികൾ നമുക്ക് തുടങ്ങാം. ഷുഗർ സിറപ്പ് മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് മധുരത്തിന് ആവശ്യത്തിന് എത്ര വെച്ചാൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നോർമലി ഉള്ള കോട്ടിങ് തന്നെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. ഒരു പീസ് എടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ് അങ്ങോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അധികം ആവാൻ പാടില്ല കേട്ടോ, അന്നേരം വല്ലാതെ അങ്ങോട്ട് പൊതിർന്നു പോകും കേക്ക്. അപ്പോൾ കുറച്ചായിട്ട് എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്രീമും അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കേക്കൊക്കെ അങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ട് 1 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് ശേഷം അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ കേക്ക് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ടേ. ഇതുവരെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാത്തവർക്ക് പോലും ഇങ്ങനൊരു മിക്സ് അങ്ങോട്ട് വാങ്ങിയതാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നല്ല യമ്മി ആയിട്ടുള്ള കിടിലൻ കേക്ക് നമുക്ക് ഈ ഒരു ഡിസംബറിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിസംബർ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.